ഇത് നല്ലൊരു റിസൾട്ടായി പ്രാവശ്യം കിട്ടിയത് ഹൈബ്രിഡ് സീഡ ഉപയോഗിച്ചിരുന്നത്. നമസ്കാരം, ടു ഫാർമർ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിജോ. കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്നാണ് ശരിക്കും നല്ലൊരു വെയിൽ കിട്ടുന്നത്. പൂജ അവധിയാണ്. അപ്പോൾ വീടിൻ്റെ മുകളിൽ ഞാൻ കൃഷി ചെയ്തേക്കുന്ന കുറച്ച് കൃഷികളൊക്കെ ആയത് ഈ സൈഡിൽ ബീൻസ്, തക്കാളി, അതേപോലെ തന്നെ കുറച്ച് സലാഡ് കുക്കുമ്പറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അതിനൊരു ചെറിയൊരു പന്തലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഓരോ ജോലികളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്ക് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് തന്നെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും നമുക്കൊരു അധിക സമയം വേണ്ട, 1 മണിക്കൂർ സമയം നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആരോഗ്യകരമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇത് എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ നട്ടുപിടിപ്പിച്ചേക്കുന്ന തക്കാളിയാണ്. ഹൈബ്രിഡ് വിത്തുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. എല്ലാ തക്കാളി നന്നായിട്ട് പൂക്കിയിട്ട് കായ്ക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള പൂക്കളെല്ലാം നന്നായിട്ട് കായായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വളമെന്ന് പറയുന്നത് കടലപ്പിണ്ണാക്ക് പൊടിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാ പൂക്കളും കായ്കളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ സൈഡിൽ ബീൻസാണ് ഇട്ടിട്ടുള്ളത്, വള്ളി ബീൻസാണ്. ഈ ഒരു ബീൻസ് ആദ്യമേ ഞാനിവിടെ പരീക്ഷിച്ചത് കുറ്റി ബീൻസ് ആയിരുന്നു. കുറ്റി ബീൻസ് നല്ല വിജയമായിരുന്നു, ഒരുപാട് പിടിക്കുന്നുണ്ടായിരുന്നു. ഇത് നട്ടിട്ട് ഏകദേശം ഒരു 3 ആഴ്ച പ്രായമാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വള്ളിയൊക്കെ വീശി പൂക്കളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നെവ ഇപ്പോൾ സ്കൂളിൽ പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് പച്ചക്കറി നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കറി ഉണ്ടാക്കി കൊടുത്ത് വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് നോക്കാനായിട്ട് പറ്റും. പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഇതിവിടെ ആകുമ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടായാലും അങ്ങനെ കുറച്ച് എപ്പോൾ ഒരു അധിക സമയം കിട്ടുന്നു ആ സമയത്ത് എനിക്ക് ടെറസിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെടികളെല്ലാം നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ടെറസിൽ ഇങ്ങനെ ഒന്ന് വെച്ചത്. ബാക്കി സമയത്തെല്ലാം നമുക്ക് പറമ്പിലുള്ള പണികളും അതേപോലെ തന്നെ പറമ്പിൽ നട്ടുപിടിപ്പിച്ചേക്കുന്ന കൃഷി പച്ചക്കറികളെല്ലാം നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇന്നലെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നന്നായിട്ട് പൂവിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം പച്ചമുളക്. കുറേ അധികം നാളായിട്ട് വീട്ടിലോട്ട് ഒരുപാട് പച്ചക്കറികൾ, അതായത് പച്ചമുളക്, വെണ്ടയ്ക്ക, തക്കാളി, പിന്നെ എന്താ പറയുന്നത് ബീൻസ്, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ട് ഒരുപാട് നാളായി. വഴുതണങ്ങ പ്രധാനമായിട്ടും, കാരണം ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം. അതേപോലെ തന്നെ വൻപയർ, നമ്മുടെ ലോങ് ബീൻസ് ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ താഴെയാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് സമയം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് തന്നെ വിഷരഹിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-20 ഗ്രോ ബാഗിൽ കൃഷി ചെയ്താൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പരിസരത്ത് കുറച്ച് സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്താൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. വീടിൻ്റെ മുകളിൽ തക്കാളി നട്ടേക്കുന്നത് ഞാൻ കാണിച്ചില്ലേ, അതേപോലെ മണ്ണിൽ നട്ടേക്കുന്ന തക്കാളിയായത് ഇവിടെ ശരിക്കും നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും 2 സമയത്ത് നട്ടത്. ഗ്രോ ബാഗിൽ അതിന് ശേഷമാണ് നട്ടത്. നന്നായിട്ട് തക്കാളി പിടിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഹൈബ്രിഡ് സീഡ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. അതേപോലെ തന്നെ നമ്മുടെ ഫാമിൽ നിന്നുള്ള വളവും കൂടെ ഇതിന് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പ്ലാവിന് ചുറ്റുമാണ് ഈ തക്കാളിയും അതേപോലെ പച്ചമുളകൊക്കെ നട്ടേക്കുന്നത്. നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കത്തിനകത്തായിരുന്നു. ഈ വർഷം ക്യാപ്സിക്കം നമ്മൾ നട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളി, ബീൻസ്, വഴുതന. അപ്പോൾ ഇത് 3 നമ്മൾ ഹൈബ്രിഡ് സീഡുകൾ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിന് ചുറ്റും ഇടയ്ക്കൊന്നും നട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും വഴുതനയ്ക്ക് നട്ടിട്ടുള്ളത് പറമ്പിലാണ്, നല്ല ഒരു ഏരിയയിൽ തന്നെ വഴുതന നട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഹൈബ്രിഡ് സീഡ് ഉപയോഗിച്ച് കൃഷി ചെയ്തതുകൊണ്ട് നല്ല ഒരു റിസൾട്ട് നമുക്ക് ഈ പ്രാവശ്യം കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് നാളുകൾക്ക് മുമ്പായിരുന്നു വീട്ടിൽ ഈ ചുവന്ന വെണ്ടയ്ക്ക ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാനത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വിളവെടുത്തിട്ട് ഇങ്ങനെ ആയിരിക്കും. ഇതിനകത്ത് 1, 2, 3, 4, 5, 6 ആറാമത്തെ പ്രാവശ്യം ഇതിനകത്ത് നിന്ന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. കുറേയധികം നട്ടിട്ടുണ്ട്. റെഡ് വെണ്ടയ്ക്കയായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനധികം മുളക്, കാന്താരി മുളക് കിട്ടുന്നുണ്ട്. മുളക് വേറൊരു മുളകോടുണ്ട് കേട്ടോ, നമ്മളിവിടെ നല്ല സൂപ്പർ ഏരിയുള്ളൊരു മുളകായി കിട്ടുന്നത്. പേപ്പറിൽ പോയിട്ടുണ്ടല്ലോ നമുക്ക്. അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളകൊക്കെ വാങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്ന ഒരു സംഭവമാണ് ഈ പച്ചമുളക് എന്ന് പറയുന്നത്. പച്ചമുളകിൽ മാത്രമല്ല, വെണ്ടയിലും ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന 2 കാര്യങ്ങളാണ് ഈ പച്ചമുളകും അതേപോലെ തന്നെ വെണ്ടയും. വെണ്ടയും പരുത്തിയും ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത്. എന്നിട്ട് പരുത്തി വെള്ള കളറിൽ തന്നെ നിൽക്കും. വെണ്ടയ്ക്ക് ഓരോ ദിവസവും
കീടനാശിനി അടിച്ചടിച്ച് വെള്ള കളറിൽ നിൽക്കും. രണ്ടും കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും വലിയ വിഷമാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഇതും വെള്ളക്കാന്താരിയാണ്. വെള്ളക്കാന്താരി എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ശരിക്കും വലിയ മുളകായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കാന്താരിയുടെ വർഗ്ഗത്തിൽപ്പെട്ടത്. ഈ കുറേയധികം സ്ഥലത്ത് മുളക്, ഇതെല്ലാം ഇഞ്ചി നട്ടിരുന്ന ഗ്രോ ബാഗും അതേപോലെ തന്നെ കുറച്ച് ചാക്കുകളൊക്കെ കിട്ടിയ കാലിച്ചാക്കിനകത്തൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ഇഞ്ചി ഞാൻ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ അത് ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണിക്കുന്നില്ല. അപ്പോൾ കുറച്ച് സമയം നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ദിവസം 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിഷരഹിതമായ പച്ചക്കറി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും.